അധികം ചേരുവകളൊന്നും ഇല്ലാത്തൊരു അടിപൊളി ചട്നി നോക്കിയാലോ. ടേസ്റ്റ് ഒട്ടും പുറകിലല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2.5 തക്കാളി, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പച്ചമുളക് 2 കീറിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ, കാരണം നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം എല്ലാം ഒന്ന് വാടി റെഡിയായി വന്നിട്ടുണ്ട്. ആറിയതിന് ശേഷം ഇതിനെ ചോപ്പറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിയിട്ടും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ചോപ്പറിൽ എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചട്നിയുടെ പ്രത്യേകത ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയും അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ബൈ.